നമസ്കാരം. നയതന്ത്രത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങളും ആവശ്യങ്ങളും അനുസരിച്ചാണ് ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ തീരുമാനിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായ മാറ്റങ്ങൾ നാം കണ്ടതാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു. വ്യാപാര നയത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അമേരിക്ക 50% തീരുവ ചുമത്തിയപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ ബാധിച്ചു. ഇത് ഒരു പരിധിവരെ പരിഹരിക്കാൻ ചൈനീസ് വിപണി ഉപയോഗിക്കാനാകും. ചൈനയും അമേരിക്കയുമായും അത്ര നല്ല ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നത്. നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇന്ത്യ ചൈന ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നയതന്ത്രത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന കാര്യം പ്രസക്തമാകുന്നത്. ഇന്ത്യ ചൈന ബന്ധം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാം. നമ്മുടെ അയൽ രാജ്യമായ ചൈനയുമായുള്ള ബന്ധം എക്കാലത്തും സങ്കീർണമായിരുന്നു. ചൈനയുടെ ചില തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന കൂറ്റൻ അണക്കെട്ട്. ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന ആരംഭിച്ചിട്ടുള്ളത്. ടിബറ്റിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ അരുണാചൽ പ്രദേശിന് അടുത്തുള്ള നിങ്ചിയിലാണ് 16,700 കോടി ഡോളറിന്റെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചത്. 5 വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ചൈനയുടെ തന്നെ 3 ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് ചൈന ഇപ്പോൾ ബ്രഹ്മപുത്രയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണക്കെട്ട്. ഇത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മുന്നറിയിപ്പില്ലാതെ ചൈന അണക്കെട്ട് തുറന്നുവിട്ടാൽ അത് വലിയ വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമാകും. ചൈനയുടെ ഈ കൂറ്റൻ അണക്കെട്ട് നിർമ്മാണത്തിന് ഇന്ത്യയും മറുപടി നൽകാൻ ഒരുങ്ങുകയാണ്. അരുണാചൽ പ്രദേശിലെ ദിങ്ബാങ്ങിൽ ബ്രഹ്മപുത്ര നദിയിൽ ഇന്ത്യ ഒരു കൂറ്റൻ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 278 മീറ്റർ ഉയരമുള്ള ഈ അണക്കെട്ട് 17,069 കോടി രൂപ മുതൽ മുടക്കിൽ 2032 പൂർത്തിയാകും. ഇതിലൂടെ 282 മെഗാവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ അണക്കെട്ട് വെറുമൊരു നിർമ്മിതി മാത്രമല്ല, മറിച്ച് ചൈനയ്ക്കുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശം. ഇന്ത്യൻ നദികളുടെ നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനോ നമ്മുടെ ജനങ്ങളുടെ ജീവൻ പന്താടാനോ ഒരിക്കലും ഇന്ത്യ അനുവദിക്കില്ല. ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. ഈ പുതിയ അണക്കെട്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വയാശ്രയത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കൂടി പ്രതീകമാണ്. ഇത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഒരു സുരക്ഷാ കവചം കൂടിയാണെന്ന് പറയാം. ഇന്ത്യയുടെ ഓരോ ഇഞ്ച് ഭൂമിയും ഓരോ തുള്ളി വെള്ളവും നമുക്ക് വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും. ബ്രഹ്മപുത്ര നദിയെ കേന്ദ്രീകരിച്ചുള്ള ചൈനയുടെ ഡാം പദ്ധതി എത്രത്തോളം താല്പര്യവും രാഷ്ട്രീയപരമായ വിഷയമാണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. സംഘർഷങ്ങളും സഹകരണങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ആ ചരിത്രം. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഭാവിയിൽ എങ്ങോട്ട് നയിക്കുമെന്നത് നമ്മൾ ഇന്നെടുക്കുന്ന നിലപാടുകളിൽ ആശ്രയിച്ചിരിക്കും. ഹിമാലയൻ നിരകളിലൂടെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വളഞ്ഞൊഴുകുന്ന വൻ മലയിടുക്കിലാണ് ഈ പദ്ധതി വരുന്നത്. അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ഈ മേഖല പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും തുടർച്ചയായി ഭൂചലനം ഉണ്ടാകാറുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ അണക്കെട്ട് ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന വെള്ളത്തിന്റെ അളവിനെ ബാധിക്കില്ലെന്നാണ് ചൈന മറുപടി നൽകിയത്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇന്ത്യയും ചൈനയും ഒരു നയത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. ലോക നേതാവ് കളിക്കുന്ന അമേരിക്കയ്ക്ക് ഒരു മറുപടി നൽകാൻ ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത് നന്നായിരിക്കും. നയതന്ത്രത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, സ്ഥിരം താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.